കോഴിക്കോട് കഴിഞ്ഞ വർഷം വിഷുദിനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 21കാരന്റെ മരണത്തിൽ എങ്ങുമെത്താതെ അന്വേഷണം. അക്ഷയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പരാതി നൽകിയിട്ടും അന്വേഷണം പാതി വഴിയിലെന്ന് വിമർശനം. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കുടുംബവും ആക്ഷൻ കമ്മിറ്റി. നാദാപുരം MET കോളേജിലെ അവസാന വർഷ BBA വിദ്യാർത്ഥിയായ അക്ഷയെ കഴിഞ്ഞ ഏപ്രിൽ 14 പുലർച്ചെയാണ് വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂട്ടുകാരെ കാണാൻ വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു അക്ഷയ്. അപ്പോഴൊന്നും പെരുമാറ്റത്തിൽ യാതൊരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ലെന്നും മരണത്തിൽ സംശയമുണ്ടെന്നും രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു. ഒരു മരത്തിനു മുകളിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. എന്നാൽ അത്രയും വലിയ മരത്തിൽ കയറാൻ അക്ഷയ്ക്ക് സാധിക്കില്ലെന്നാണ് വീട്ടുകാരുടെ വാദം. ധരിച്ചിരുന്നത് വെളുത്ത ഷർട്ടായിരുന്നിട്ട് പോലും മരത്തിൽ കയറിയതിന്റെ ഒരു ലക്ഷണങ്ങളും വസ്ത്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അക്ഷയുടെ ഇരുചക്രവാഹനം കിടക്കുന്ന രീതിയും സംശയമുണർത്തുന്നതാണെന്ന് പിതാവ് പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും പോലീസ് മുഖവിലക്കെടുക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടും എങ്ങും എത്തിയിട്ടില്ലെന്നാണ് രക്ഷിതാക്കളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും പരാതി. മോളൊന്ന് വേഗം വടകര ആശുപത്രിക്ക് കൊണ്ടുപോയി. ഞായറാഴ്ചയാവുക, വിഷുവാവുക, അവിടെ ഒരു പോലീസ് സർജൻ ഇല്ല. പിന്നെ മേലെ എവിടുന്നോ വലിയ സ്വാധീനം വെച്ച് ഡോക്ടറെ വിളിപ്പിച്ച് ഗൈനക്കോളജിന്റെ ഡോക്ടർ വന്നിട്ട് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെന്ന് പറഞ്ഞു വിട്ടതാണ്. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം അരമണിക്കൂർ പോലും ഇവർ അതിൻ്റെ ഉള്ളിൽ ഇവനെ കാറ്റി നിർത്തിക്കും. 4:45 കഴിഞ്ഞിട്ട് 5:20 ഇവര് ബോഡി തിരിച്ചു കൊടുക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് അവന് ടൈം എടുത്തിട്ടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അത്രയും തെളിവുകളുള്ള കേസിന് ഇവരെന്ത് ചെയ്ത് മൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പോൾ ഇവന്റെ മരണത്തിന്റെ ഉത്തരവാദികളെ പുറത്തു കൊണ്ടുതരണം. എന്നാലേ അതിനകത്ത് ഇതിനൊരു നീതിമാകിട്ടണം. റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുവാദം നൽകിയില്ല. അക്ഷയ് ഉപയോഗിച്ച ഐഫോണിന്റെ ഫോറൻസിക് പരിശോധന പോലും നടന്നില്ലെന്നും വിമർശനമുണ്ട്. കേസ് അട്ടിമറിക്കാനും ആരെയോ സംരക്ഷിക്കാനും നീക്കം നടക്കുന്നതായ ആക്ഷേപം ശക്തമാവുകയാണ്. അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും തീരുമാനം. ജനം, കോഴിക്കോട്.